ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കുറെ കുട്ടികളായി നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, ഈസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കോച്ചിങ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, പ്രത്യേകിച്ചും ലെക്ചർ പോളി പോസ്റ്റിലേക്കുള്ള ക്ലാസ്സുകളെ കുറിച്ചാണ് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നത്. ഇതുവരെയും കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള പോസ്റ്റുകളൊന്നും തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബേസിക് യോഗ്യതയായിട്ട് വരുന്ന പരീക്ഷകളൊന്നും ഈ വർഷത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് മുതൽ ഈസിയുടെ ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈസി പേരിൽ പറയുന്ന പോലെ തന്നെ എങ്ങനെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു PYQ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം നമ്പർ സിസ്റ്റംസ് ടോപ്പിക് വിച്ച് ഈസ് ഇൻ ദ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സബ്ജക്ട്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലാണെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലാണെങ്കിലും ഒരുപോലെ റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇനി കണ്ടിന്യൂസ് വീഡിയോസ് നമ്മൾ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വി വിൽ ബി മെയിൻലി ഫോക്കസിങ് ഓൺ PYQs. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുവാണ്. തിയറി നമുക്ക് ഫോക്കസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും കേരള PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ കഴിഞ്ഞ 2024 വരെയുള്ളത് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും കേരള PSC ഈസ് ഫോളോയിങ് PYQs. ഈ വർഷം അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ, കുറച്ച് ചലഞ്ചിങ് ആയ രീതിയിൽ കേരള PSC തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അപ്രോച്ചിൽ കൃത്യമായിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്നത് PSCയുടെ ഒരു അഡ്വാൻസ്മെന്റിനെയാണ് കാണിക്കുന്നത്. സോ നമ്മൾ ആ രീതിയിൽ വേണം കരുതിയിരിക്കാനായിട്ട്. ഈസിയുടെ ഒരു എക്സാം, ലെക്ചർ പോളിന്റെ എക്സാം നേരത്തെ ഒരു 3 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2021 22 മറ്റോ ആണെന്ന് തോന്നുന്നു. അഗൈൻ ലെക്ചർ പോളിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ഇയർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ ആണ്. കൃത്യമായ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയിട്ട് റെഗുലർ ആയിട്ട് വിത്തൗട്ട് മിസ്സിംഗ് എനി കണ്ടന്റ്സ് എനിക്കിത് വേണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടെ നിങ്ങൾ ഇത് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഷ്യൂർലി ക്ലിയർ ദ എക്സാം. ഇനി അങ്ങോട്ട് വരുന്ന ഏത് പരീക്ഷകളും ആയിക്കോട്ടെ, സർവീസിൽ കയറണം, കേരള PSC തന്നെ ക്ലിയർ ചെയ്ത് എടുക്കണം എന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈസി എന്ന് പറയുന്ന ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ടീമിന്റെ വിശ്വാസം. അപ്പോൾ റെഗുലർ ആയിട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ മെറ്റീരിയൽസ് പെർ ഡേ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. വേണ്ട കുട്ടികൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വീഡിയോസ് ഫ്രീലി അവൈലബിൾ ആണെങ്കിലും മെറ്റീരിയൽസിന് ചെറിയൊരു തുക നമ്മൾ ഈടാക്കുന്നുണ്ട്, എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ. അപ്പോ മെറ്റീരിയൽസ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.